ഹായ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് മുതൽ പഠിച്ചു തുടങ്ങുന്ന വീഡിയോ സീരീസിന്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിജു ജോർജ്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും അവനവനോട് തന്നെ ചോദിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഒരു സിനിമയിൽ നമ്മുടെ സലീം കുമാറേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? കേട്ടുല്ലോ. സിനിമയിൽ ഇത് ജസ്റ്റ് ഒരു കോമഡി പർപ്പസിന് വേണ്ടി ചോദിച്ചതാണ്. പക്ഷേ ഈ ഒരു ചോദ്യം നമ്മളുടെ ഈ ഒരു മേഖലയിൽ, സ്റ്റോക്ക് മാർക്കറ്റ് മേഖലയിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിലൂടെ വേണം ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരാനായിട്ട്. അതായത് ആരാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ആരാണ്? ഷെയർ മാർക്കറ്റിൽ പൊതുവെ നമുക്ക് കാണാം രണ്ട് തരത്തിലുള്ള പാർട്ടിസിപ്പൻസ് ആണ് ഉണ്ടാവുക. ഒന്ന് ഇൻവെസ്റ്റേഴ്സ്, രണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നിങ്ങളൊരു ട്രേഡർ ആണോ അതോ ഒരു ഇൻവെസ്റ്റർ ആണോ എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആർക്കൊക്കെയാണ് ഷെയർ മാർക്കറ്റിൽ ട്രേഡേഴ്സ് ആയിട്ട് മാറാൻ സാധിക്കുക, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മാറാൻ സാധിക്കുക എന്നുള്ളത്. എല്ലാവർക്കും ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് മാറാൻ സാധിക്കും, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ എല്ലാവരും ഒരു കാരണവശാലും ട്രേഡേഴ്സ് ആയിട്ട് മാറാൻ ശ്രമിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജോലി അല്ലെങ്കിൽ ബിസിനസ്, ആ ഒരു പ്രൊഫഷൻ നിങ്ങൾക്കത് വളരെ ഇഷ്ടമാണ്, നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ തന്നെ നിങ്ങൾ നല്ലൊരു ഫ്യൂച്ചർ മുന്നിൽ കാണുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ചേരുന്നത് ഒരു ഇൻവെസ്റ്ററുടെ റോളാണ്. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിനോട് ഒരു പ്രത്യേക വാത്സല്യമുണ്ട്, ഷെയർ മാർക്കറ്റിൽ അതിന്റെ ചാർട്ടുകൾ നോക്കാനും ടെക്നിക്കലി പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ചാർട്ടുകളൊക്കെ എത്ര മണിക്കൂർ സമയം നോക്കിയിരുന്നാലും നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല, അങ്ങനെ ഒരാളാണ് എങ്കിൽ മാത്രമേ നിങ്ങളൊരു ട്രേഡറായി ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇനി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ സാധിക്കും. അതായത് ഒന്ന് പാസീവ് ഇൻവെസ്റ്റേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്ന ഏരിയയെ പറ്റി കൃത്യമായ ധാരണയൊന്നുമില്ല, അതിനെപ്പറ്റി പഠിക്കാൻ വലിയ താല്പര്യവുമില്ല, പക്ഷെ ഷെയർ മാർക്കറ്റിൽ നിന്നുള്ളൊരു റിട്ടേൺ കിട്ടണമെന്നൊരു താല്പര്യവുമുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു മ്യൂച്വൽ ഫണ്ടിലൂടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലെ ഫണ്ട് മാനേജേഴ്സ് നിങ്ങളുടെ ഫണ്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നിങ്ങൾക്ക് സാമാന്യം മെച്ചപ്പെട്ടൊരു റിട്ടേൺ അവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഇനി നേരെ മറിച്ച് നിങ്ങൾക്കൊരു അല്പം സമയം ഷെയർ മാർക്കറ്റിലേക്ക് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിൽ ഒരു 15 മിനിറ്റ് സമയമെങ്കിലും ഷെയർ മാർക്കറ്റിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് ഇൻവെസ്റ്റർ ആയിട്ട് മാറാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് തന്നെ ഷെയറുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് നല്ല കമ്പനികൾ കണ്ടെത്താം, ഏത് സമയത്താണ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ മുന്നോട്ടുള്ള വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ വീഡിയോ സീരീസിൽ പ്രധാനമായും രണ്ട് സെക്ഷനുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ചേരത്തക്ക രീതിയിലുള്ള വീഡിയോസും, രണ്ട് ട്രേഡേഴ്സിന് ചേരുന്ന വീഡിയോസും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് മുന്നോടിയായി നിങ്ങളോട് തന്നെ ചോദിച്ച് ഒന്ന് ഉറപ്പുവരുത്തിയേക്കുക, നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണോ അതോ ഒരു ട്രേഡർ ആണോ എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.